കേരളത്തെ പിടിച്ചുകുലുക്കിയ മുട്ടിൽ മരമുറി കേസിലെ ഈട്ടിമരങ്ങൾ ലേലം ചെയ്യാനുള്ള കീഴ്ക്കോടതി ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. കേസിൽ പിടിച്ചെടുത്ത ഏകദേശം 4 കോടി രൂപയോളം വിപണി മൂല്യം കണക്കാക്കുന്ന ആഡംബര മരങ്ങൾ ലേലം ചെയ്യാൻ സുൽത്താൻ ബത്തേരി മജിസ്ട്രേറ്റ് കോടതി നേരത്തെ വനം വകുപ്പിന് അനുമതി നൽകിയിരുന്നു. ഇതിനെതിരെ കേസിലെ പ്രധാന പ്രതിയായ റോജി അഗസ്റ്റിൻ സമർപ്പിച്ച ഹർജി പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ അടിയന്തര ഇടപെടൽ. പ്രതി നൽകിയ പുനഃപരിശോധനാ ഹർജിയിൽ അന്തിമ തീരുമാനമുണ്ടാകുന്നതുവരെ ലേലവുമായി ബന്ധപ്പെട്ട യാതൊരുവിധ നടപടികളും പാടില്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. വയനാട് മുട്ടിൽ സൗത്ത് വില്ലേജിൽ പട്ടയഭൂമിയിൽ നിന്ന് നിയമവിരുദ്ധമായി കോടികൾ വിലമതിക്കുന്ന സംരക്ഷിത ഈട്ടിമരങ്ങൾ മുറിച്ചുകടത്തിയെന്നാണ് മുട്ടിൽ മരമുറി കേസ്. ക്രൈംബ്രാഞ്ചും വനം വകുപ്പും സംയുക്തമായി പിടിച്ചെടുത്ത ഈ മരങ്ങൾ നിലവിൽ വനം വകുപ്പിന്റെ കസ്റ്റഡിയിലാണ്. വർഷങ്ങളായി കസ്റ്റഡിയിൽ കിടക്കുന്ന ഈ മരങ്ങൾ നശിച്ചുപോകാൻ സാധ്യതയുള്ളതിനാലാണ് ലേലം ചെയ്യാൻ അനുമതി തേടി വനം വകുപ്പ് സുൽത്താൻ ബത്തേരി മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചതും അനുകൂല ഉത്തരവ് നേടിയതും. എന്നാൽ കേസിൽ അന്തിമ വിധി വരും മുൻപ് മരങ്ങൾ ലേലം ചെയ്യുന്നത് തെളിവ് നശിപ്പിക്കുന്നതിന് തുല്യമാണെന്നും തന്റെ ഭാഗം കേൾക്കാതെയാണ് കീഴ്ക്കോടതി ഉത്തരവെന്നുമാണ് റോജി അഗസ്റ്റിൻ ഹൈക്കോടതിയിൽ വാദിച്ചത്. ഇത് മുൻനിർത്തിയാണ് ഹൈക്കോടതി ലേല നടപടികൾ തടഞ്ഞത്. ഹൈക്കോടതിയുടെ പുതിയ സ്റ്റേ ഉത്തരവോടെ മരങ്ങൾ ലേലം ചെയ്ത് ഖജനാവിലേക്ക് തുക കണ്ടെത്താനുള്ള വനം വകുപ്പിന്റെ നീക്കങ്ങൾക്ക് താൽക്കാലിക തിരിച്ചടിയേറ്റിരിക്കുകയാണ്.